എല്ലാവർക്കും മൈ ഡ്രീം മോളിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂറാണ് കേട്ടോ. അപ്പം മസ്കറ്റിലെ നമ്മുടെ വീട് കാണാം നമുക്ക്. നമ്മുടെ റൂമിലേക്ക് കയറി വരുന്ന വഴി ഇത് കോറിഡോർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെയുള്ള റൂമാണ് നമ്മുടെ 24. പിന്നെ അങ്ങോട്ടേക്ക് ലാസ്റ്റ് വരേണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റ് കയറി ഇവിടെ ഇങ്ങനെ വന്ന് കയറും. അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് ഹാള്, ഇപ്പോൾ സൈഡിലായിട്ട് ബെഡ്റൂം വരുന്നത്. അപ്പോൾ അതെ ഇത് കയറി വരുന്ന സ്ഥലം. കയറി വരുന്നത് ഇത്രയും ഉള്ളൊരു ചെറിയ കോറിഡോർ പോലെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കൾ സാധനങ്ങളും ഒക്കെ ഞാനും ആളും കൂടെ പേപ്പറും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഈ കാണുന്നതെല്ലാം ഇത് മാളും ഉണ്ടാക്കി വെച്ച റോബോട്ടാണ്. പിന്നെ ക്രിസ്മസ് ട്രീ ഞങ്ങൾ മാറ്റിയിട്ടില്ല കേട്ടോ. കാരണം എടുത്ത് വെക്കാനുള്ള നമുക്കൊരു സൗകര്യം തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭംഗി ആയതുകൊണ്ട് എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ അടുത്ത ക്രിസ്മസ് ആകുമ്പോഴത്തേനും നമ്മൾ ഇതിലെ ഡെക്കറേഷൻസൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് പുതുക്കി വെക്കും കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഗിഫ്റ്റ് കിട്ടിയതാണ്. നിമ്മി ഗിഫ്റ്റ് തന്നതാട്ടോ. മാള് സ്കൂളിലെ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്ന റോബോട്ടാണിത്. ഈ കുഞ്ഞി വീടൊക്കെ ഞങ്ങൾ പേപ്പറും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഈ തൂക്കിയിട്ടേക്കുന്നത് പിസ്തയുടെ തൊണ്ടും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. നമ്മൾ വേസ്റ്റ് മെറ്റീരിയലും കൊണ്ട് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി വരുന്നത് ഹാളിലോട്ടാണ്. ഇതാണ് നമ്മുടെ ഹാള്. അവിടെയും കുറേ പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ കയറി വരുന്നിടത്ത് തന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വേറെ നമുക്ക് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളില്ല. ഒരു മുറി ഒരു ഹാളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഒരു തൊടാതെയും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു സ്ഥലം വേണം. ഈ ഒരു മൂല മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്. അപ്പോൾ നമ്മളങ്ങനെ ആ അലമാരിയിൽ വേറെ ഒന്നും വയ്ക്കാറില്ല. വിളക്ക് കത്തിക്കുന്ന സാധനങ്ങളും അങ്ങനെ ചന്ദനത്തിരി, വെളിച്ചെണ്ണ അത് മാത്രമായിട്ട് അതിനകത്ത് വയ്ക്കുള്ളൂ. വേറെ ഒന്നും വയ്ക്കത്തില്ല. അപ്പം നമ്മൾ വേറൊരു ആവശ്യത്തിനും അങ്ങോട്ട് പോകാറില്ല, വിളക്ക് കത്തിക്കുന്ന സമയത്ത് മാത്രം. പിന്നെ ഇവിടെ TV, പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയ ഫോട്ടോകൾ ഒരു ഓർമ്മയ്ക്ക് എല്ലായിടത്തും പോയത് തന്നെ നമ്മൾ കുറേ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ദുബായിൽ പോയപ്പോൾ എടുത്തതാണ്. പിന്നെ ഈ കാണുന്നത് ഈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. മാളുവിൻ്റെ ഞങ്ങൾ അതിരപ്പള്ളിയിൽ പോയപ്പോൾ ഈ പ്രാവശ്യം മേടിച്ചോട്ടോ. മാളു പാവയുടെ ഒരു ക്രേസാണ് കേട്ടോ. മാളുവിന് എവിടെ ചെന്നാലും ഇങ്ങനത്തെ സോഫ്റ്റ് പാവകളോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഡൈനിങ് ടേബിള്. നമ്മൾ കയറി വരുന്ന ഹാളിൽ തന്നെ ഒരു മൂലയ്ക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും കുറേ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ മാളുവിൻ്റെ സ്കൂളിലെ ഫോട്ടോസാണ്. 3 വർഷത്തെ ഫോട്ടോയുണ്ട്. 4ാം ക്ലാസ്സിലില്ല കേട്ടോ. 4ാം ക്ലാസ്സിലെ മാളുവിന് കൊറോണയൊക്കെ ആയിരുന്നു. ആ സമയത്ത് ക്ലാസ് ഇല്ലായിരുന്നല്ലോ, ഓൺലൈനായിരുന്നു. ആ സമയത്ത് ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു കസേരയിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ഇത് മാളുവിന് കുഞ്ഞാറ്റ ഗിഫ്റ്റ് കൊടുത്തതാട്ടോ. അതുകൊണ്ട് മാളുവിന് വളരെ പ്രിയപ്പെട്ടതാണത്. എങ്ങും തൊടാതെ എടുത്ത് വെച്ചേക്കണം. ഇതെല്ലാം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായിരുന്നു പാവകളൊക്കെ. പക്ഷേ ഒരു അലർജി വന്നപ്പോൾ ഞങ്ങളതെല്ലാം മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഫ്രെയിം ബർത്ത്ഡേക്ക് എനിക്ക് നിമ്മി ഗിഫ്റ്റ് തന്നതാട്ടോ. പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ ഇതൊക്കെ വെറുതെ ഇരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മാളുവിന് ഡ്രസ്സ് വയ്ക്കുന്ന കബോർഡ്. ഈ ഏരിയ മാളുവിൻ്റെ സ്റ്റഡി ഏരിയ ആണ്. കമ്പ്യൂട്ടറൊക്കെ വെച്ചേക്കുന്ന ടേബിൾ അത്. ഇതിൽ മൊത്തം ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും. അപ്പോൾ ഇതിൽ ഞാൻ തൊടത്തില്ല കേട്ടോ. ഞാൻ മാളും ഇല്ലാതെ തൊടാറില്ല. ഇതിൽ ചെറിയ പേപ്പറുകൾ പോലും മാളുവിന് വിലപ്പെട്ടതാണ്. നമ്മളറിയാതെ വേസ്റ്റാണെന്ന് വിചാരിച്ച് ഞാൻ പലപ്പോഴും എടുത്ത് ഓരോ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേസ്റ്റല്ലേ, വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അതായിരിക്കും മാളു സ്കൂൾ വിട്ട് വന്ന് ആദ്യം ചോദിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ എല്ലാ ചെറിയ ചെറിയ കാര്യത്തിന് വരെ മാളുവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് എന്തൊക്കെയാണ്. അത് കാരണം ഞാനത് ചെയ്യാറില്ല. മാളും ഉള്ളപ്പോൾ കൂട്ടത്തിലെടുക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ സ്കൂളിൽ പോകണ തിരക്കിലിട്ടിട്ട് പോയിക്കണ ആൾക്ക് തോന്നുമ്പോൾ ആളതെല്ലാം അടുക്കിപ്പെറുക്കി വയ്ക്കും. അപ്പോൾ ഞാൻ ഈ ഏരിയയിലേക്ക് അങ്ങനെ ക്ലീനിങ്ങിന് പലപ്പോഴും മാളുവിന് അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ മാറ്റി വെച്ചേക്കും. പിന്നെ ഇരിക്കുന്ന ആളുടെ ആ ഒരു ക്രമമൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാറില്ല. അടുക്കി വയ്ക്കലൊക്കെ ഇതിലൊക്കെ മാളുവിൻ്റെ തന്നെ പണിയാണ്. അതുകൊണ്ട് ആ ഏരിയ ഞാൻ സ്കൂൾ വിട്ട് പോയാലും ചെയ്യുമ്പോൾ മാളും ഉണ്ടാവും. ഇതൊക്കെ ഞാൻ തുടച്ചൊക്കെ വെക്കും, അല്ലാതെ ചെയ്യാറില്ല. പിന്നെ ഇവിടെ ഇത് കെസിയെ ഗിഫ്റ്റ് കൊടുത്തതാട്ടോ മാളുവിന്.
ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത്, അപ്പോൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് 2 കബോർഡ് മാളുവിൻ്റെ സാധനങ്ങൾ തന്നെയാണ്, ബുക്കും പിന്നെ ടോയ്സും ഒക്കെ വെച്ചേക്കുന്ന കബോർഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. പിന്നെ നമുക്കിത് ഇവിടെ നിന്ന് പുറത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയിലെ വർക്ക്ഷോപ്പുകളൊക്കെയാണ്, പിന്നെ കുറേ ബിൽഡിങ്ങുകളും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാളിലുള്ള കാഴ്ചകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ തന്നെ ഒതുക്കി വയ്ക്കുകയാണ്, കാരണം നമുക്ക് എല്ലാത്തിനും കൂടെ ഒരു ഹാളുള്ളൂ. ഡൈനിങ് ഏരിയ ആണ്, സ്റ്റഡി ടേബിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഭഗവാനിരിക്കുന്ന സ്ഥലം, പിന്നെ നമുക്ക് വിസിറ്റേഴ്സ് വന്നായിരിക്കാനുള്ള സ്ഥലം, TV കാണാനുള്ള സ്ഥലം, എല്ലാം ഈ ഹാളിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോയി നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ബെഡ്റൂം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ ഞങ്ങൾ കിടക്കും, ഇവിടെ മാള് കിടക്കും. മാള് ശരിക്കും അപ്പുറമായിരുന്നു കിടന്നിരുന്നത്, മാളും ഇങ്ങോട്ടേക്ക് ആക്കിയേക്കുന്നതാണ്. കാരണം ചൂട് വന്നപ്പോൾ അവിടെ വലിയ ഹാളായതുകൊണ്ട് തണുക്കുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ മാളുവിനെ ഇങ്ങോട്ടേക്കാക്കി. ഇതെൻ്റെ തയ്യൽ മെഷീൻ ഇങ്ങനത്തെ ഒരു ടേബിളിലാണ്. ഇതിന് പ്രത്യേകം മേടിച്ചതൊന്നുമല്ല കേട്ടോ. ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതിനകത്ത് തയ്ക്കുന്ന വീഡിയോസും ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഇതുപോലുള്ളൊരു പട്ടിലാട്ടോ. ഇതിനായിട്ട് മേടിച്ച ടേബിളല്ല കേട്ടോ, ഇത് ഉണ്ടായിരുന്ന ടേബിളിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്ത് ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം. പിന്നെ ഇവിടെ ഈ റൂമിൽ തന്നെ അറ്റാച്ച് ചെയ്ത ഒരു കബോർഡും ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒതുക്കി വയ്ക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടുന്ന ഡ്രസ്സൊക്കെ ഇടാനായിട്ടൊരു കോല് വെച്ചേക്കുന്നത്, അതിങ്ങനെ ഒതുക്കി കിടന്നോളും. ഇവിടെ നമ്മൾ അലക്കാനുള്ള തുണി ഇടും. പിന്നെ ആ ഇരിക്കുന്ന പെട്ടിയിൽ എനിക്ക് തയ്ക്കാനുള്ള തുണികൾ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നായിരിക്കുന്ന കേട്ടോ. നമ്മൾ കയറി റൂമിലേക്ക് വരുന്ന ആ ഒരു സൈഡിൽ തന്നെയാട്ടോ നമുക്ക് ബാത്റൂം. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഈ റൂമിന്. അവിടെ ജനലുണ്ട്. ജനലിൽ നമ്മൾ അപ്പുറം കാണുന്ന കാഴ്ചകൾ തന്നെയാട്ടോ കാണാനുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബെഡ്റൂമിലെ കാഴ്ചകൾ. ഇതൊക്കെയാണ് നമ്മുടെ ബെഡ്റൂമിലെ കാഴ്ചകൾ. 2 ബെഡിനാണുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഷൂറാക്ക് വെച്ചിട്ടുണ്ട്. ഇതൊരു ഷൂറാക്ക്. പിന്നെ നമ്മൾ കയറി വരുന്നതാണ് നമ്മുടെ അടുക്കള. അപ്പം ഇതാണ് നമ്മുടെ അടുക്കള എപ്പോഴും ഞാൻ വീഡിയോയിൽ ഇടുന്ന സംഭവമാണ്. കയറി വരുന്നത് നമ്മൾ ഫ്രിഡ്ജ് ഇതാണ്. പിന്നെ കബോർഡുകൾ ഇങ്ങനെയാണ് കബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 2-3 കബോർഡൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഒത്തിരി പഴയ ബിൽഡിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് ആ റൂമിന് അത്രയൊക്കെ പക്ഷെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. സൗകര്യങ്ങൾ നന്നായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല, കാരണം അത് ഒതുങ്ങി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പഴയ ബിൽഡിംഗ് ആണെങ്കിലും നല്ല സൗകര്യത്തിനാട്ടോ പണിതിരിക്കുന്നത്. നമുക്കിത് വലിയ സൗകര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഒരു സ്ലാവ്, 2 സ്ലാവ് അതിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ സ്റ്റൗ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പാത്രം വയ്ക്കാൻ അവിടെ സൗകര്യം കുറവായതുകൊണ്ട് ഇങ്ങനെ 2 സ്റ്റാൻഡിലാണ് കേട്ടോ പാത്രം വയ്ക്കുന്നത്. പിന്നെ ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെയാട്ടോ. അപ്പോൾ ആഴ്ചയിൽ 4 കുപ്പി മേടിച്ച് വയ്ക്കും. ഇതാണ് നമ്മൾ പാത്രം വയ്ക്കുന്നത്. പിന്നെ ഈ കാണുന്നത് കുറച്ച് ഏരിയ അവിടെ ഉണ്ട്. ഇതാണ് നമ്മളിവിടെയാണ് തുണി വിരിച്ചിടുന്നത്. അവിടെ ചെറിയൊരു ഭാഗമുള്ളൂ. അവിടെ ഗ്യാസ് വയ്ക്കും, വാഷിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ തുണി അലക്കിയിടും, വേസ്റ്റ് ഇടുന്ന അവിടെയായിട്ട് ഞാൻ പുറത്താണ് വെക്കുന്നത്. അപ്പം അത്ര ആണ് അവിടെ ഉള്ളത്. തുണി വിരിച്ചിട്ടേക്കണോണ്ട് എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 ഗ്യാസ് കുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചൂല് വയ്ക്കും, ഒരു വേസ്റ്റ് തുണി, പിന്നെ നമ്മുടെ വേസ്റ്റ് ഇടുന്ന പാത്രം. അപ്പം ഇവിടെ വേസ്റ്റ് നമ്മൾ അതാത് ദിവസങ്ങൾ കൊണ്ടുകളയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഇത്രയാണ് നമ്മുടെ മസ്കറ്റിലെ വീട്ടിലെ കാഴ്ചകൾ. ഇത് ഒരു ബെഡ്റൂം, ഒരു ഹാള്, 2 ബാത്റൂം, പിന്നെ കിച്ചൺ.
ഒരു ചെറിയ വർക്ക് ഏരിയ. ഇത്ര അടങ്ങിയതാട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.